ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഉതപ്പിനുള്ള പരിഹാരം ആരാധനയാണോ അതോ കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നതാണോ? മെത്രാൻസിനിടെ നിങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്തോ? ദൈവജനത്തിൻ്റെ ചോദ്യങ്ങൾ. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ അന്തിമ തീർപ്പ് കൽപ്പിച്ച ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിലുടനീളം എറണാകുളം, അങ്കമാലി അതിരൂപത ഉൾപ്പെടെ മാറ്റമില്ലാതെ തുടരേണ്ടതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ട് ഏകീകൃത കുർബാന മാത്രം നടന്നിരുന്ന മരുത്തോർവട്ടം പള്ളിയിൽ കുർബാന തടസ്സപ്പെടുത്താൻ പുതിയ കൂരിയായ ചുമതലപ്പെടുത്തി. അവർ അത് ഭംഗിയായി ചെയ്തു. അങ്ങനെ അവിടെ ഇല്ലിസിറ്റായ ജനാഭിമുഖം തുടങ്ങി. മെത്രാൻ സെനഡ് ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. ചെയ്തെങ്കിൽ എന്തായിരുന്നു തീരുമാനം? ഇതിങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. ഈ സിനഡിൻ്റെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു പൊരുത്തമില്ല. മാത്രമല്ല, ഇത്രയും ഗൗരവമായ ഒരു ഇഷ്യൂ അവിടെ നടന്നിട്ട് അത് മെത്രാൻ സിനഡ് ചർച്ച ചെയ്തില്ലെങ്കിൽ അതൊരു കൃത്യവിലോപമല്ലേ? നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി. ഈ മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും വികാരി മെത്രാപ്പൊലിത്തയുടെയും ഭരണ നേട്ടമായി തങ്കലിപികളിൽ സിനഡിൻ്റെ ദിനവൃത്താന്തങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണോ ഈ കിരാത ഭരണം? രണ്ട്, പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ അന്തിമ തീർപ്പ് കൽപ്പിച്ച ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരുന്നതാണ് എന്ന് എഴുതിയിട്ട് ഏകീകൃത കുർബാന മാത്രം നടന്നിരുന്ന ഉദയംപേരൂർ പള്ളിയിൽ ചില സ്ത്രീകളെ ഉപയോഗിച്ച് മധുബഹായും ബലിപീഠവും അശുദ്ധമാക്കി കുർബാനയെ ആവുന്നത്ര അവഹേളിച്ച് കത്തിയും ബ്ലേഡും ഉപയോഗിച്ച് ദിവ്യകാരണം സ്വീകരിക്കുന്നവരെ ആക്രമിച്ച് തിരുവോസിൽ തുപ്പി ആക്രമണം നടത്തി ആ പള്ളി അടപ്പിച്ചു, പൂട്ടിച്ചു. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നതാണ്, പൊതുജനത്തിന് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇത് മെത്രാൻ സിനഡ് ചർച്ച ചെയ്തോ? ഈ ഉദയംപേരൂർ പള്ളിയിലെ ഈ പ്രശ്നം നിങ്ങൾ ചർച്ച ചെയ്തോ? ആ പള്ളി പൂട്ടിച്ചത് ചർച്ച ചെയ്തോ? എന്ത് തീരുമാനമാണ് ഇതേക്കുറിച്ച് എടുത്തത്? സഭയിൽ ഇപ്പോഴും സത്യത്തിനും നീതിക്കും വിശ്വാസത്തിനും വേണ്ടി പൊരുതുന്നവർ ഉണ്ടെന്ന് ആളുകൾക്ക് ബോധ്യം വരുന്നത് മെത്രാൻ സിനഡിൻ്റെ തീരുമാനത്തിലൂടെയല്ല, എന്നെപ്പോലുള്ള അനേകം പേര് അതിനെതിരെ പ്രതികരിക്കുന്നത് കൊണ്ടാണ്. മെത്രാൻ സിനഡ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന മൗനം വളരെ ഗൗരവമേറിയ കുറ്റകൃത്യമല്ലേ? വളരെ ഗൗരവമേറിയ കൃത്യവിലോപമല്ലേ? നിങ്ങൾ ഈ സിനഡിൻ്റെ സർക്കുലറിൽ അത് എഴുതേണ്ടിയിരുന്നില്ലേ? ഉദയംപേരൂർ പള്ളിയിലെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു, അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. എന്തുകൊണ്ട് അക്കാര്യം നിങ്ങൾ ചർച്ച ചെയ്തില്ല? ചെയ്തെങ്കിൽ എന്ത് തീരുമാനമെടുത്തതെന്ന് ഞങ്ങൾ അറിയിച്ചില്ല. 3, പ്രസാദഗിരി പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ ഉന്തി തള്ളി അടിച്ചു വീഴ്ത്തി ചവിട്ടിക്കൂട്ടി. ആ അച്ഛനെ സംരക്ഷിക്കാൻ ചെന്നവർക്കെതിരെ കള്ളക്കേസും പെണ്ണുകേസും. അടിച്ചു വീഴ്ത്താൻ നേതൃത്വം കൊടുത്ത വൈദികന് പ്രമോഷൻ. ഇതെല്ലാം ലോകത്തിലെ സകല ജനങ്ങൾക്കറിയാം, ഹിന്ദുക്കൾക്കറിയാം, മുസ്ലിംസിനറിയാം. നിങ്ങൾ മെത്രാന്മാർക്ക് ഇക്കാര്യം അറിയോ? ഇക്കാര്യം സിനഡ് ചർച്ച ചെയ്തോ? എന്തായിരുന്നു ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ തീരുമാനം? അത് ഞങ്ങൾ അറിയിക്കണ്ടേ? ഞങ്ങളെല്ലാവരും ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ അത്? സഭയെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമല്ലേ? സഭയുടെ കൂടെ നിന്നവർക്കെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനോടും വികാരി മെത്രാപ്പൊലിത്തയോടും മെത്രാൻ സിനഡ് ആവശ്യപ്പെട്ടുവോ? ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ദൈവജനത്തിന് ബാധ്യത ഉണ്ടാകുമോ? ഇങ്ങനെ തെറ്റിന് കൂട്ടുനിൽക്കുന്നവർ, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവർ, പരിശുദ്ധ കുർബാന ചൊല്ലുന്ന അച്ഛനെ ആക്രമിച്ചവർക്ക് കൂട്ടുനിൽക്കുന്നവർ, ഇത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ, മറ്റേതെങ്കിലും മതക്കാരാണ് ആക്രമിച്ചതെങ്കിൽ നിങ്ങൾ തെരുവിൽ പ്രതിഷേധത്തിന് ഇറങ്ങുമായിരുന്നില്ലേ? ഇതെന്തേ ഇതിന് പ്രതിഷേധമില്ലാത്തത്? സിനഡ് ചർച്ച ചെയ്യാത്തത് എന്ത്? 4, നമ്മുടെ സഭയിൽ പരിശുദ്ധ കുർബാന അവഹേളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായത് നമ്മെ ഏറെ വേദനിപ്പിച്ചു എന്ന് സിനഡാനന്തര സർക്കുലർ എഴുതിയിട്ട് ഈ പരമപരിശുദ്ധ കുർബാന അവഹേളിച്ചവർക്ക് പ്രമോഷൻ നൽകിയിരിക്കുന്നത് ശരിയാണോ? അപ്പോൾ എന്ത് വേദനയാണ് നിങ്ങൾക്കുണ്ടായത്? ഇവരുടെ പ്രവൃത്തിയെ, ഈ പരിശുദ്ധ കുർബാനയെ, ആഭിചാര കുർബാന അർപ്പിച്ചവരുടെ പ്രവൃത്തിയെ
കത്തോലിക്ക സഭയുടെ തലവൻ പറഞ്ഞത് അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ എന്നാണ്. കത്തോലിക്ക സഭയുടെ തലവൻ. ഇതിനപ്പുറത്ത് നമുക്കൊരു വിധിന്യായം വേണോ? മാർപ്പാപ്പ തന്നെ കുറ്റപ്പെടുത്തിയതാണ് അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ. അവർക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുക്കാൻ ഇതിൽ കൂടുതൽ തെളിവുകൾ വേണോ? എന്നിട്ട് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും അവർക്ക് ഇഷ്ടപ്പെട്ട നിയമനങ്ങൾ നൽകിയിരിക്കുന്നു. ഇക്കാര്യം സിനഡ് ചർച്ച ചെയ്തോ ഇല്ലയോ? എന്താണ് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും നിങ്ങളോട് സിനഡിൽ പറഞ്ഞത്? എന്താണ് ഇവർ നൽകുന്ന സന്ദേശം? ഗോവിന്ദസ്വാമി ബുദ്ധിപൂർവ്വം ബലാത്സംഗം ചെയ്തിരിക്കുന്നതിനാൽ കൂടുതൽ വലിയ കുറ്റങ്ങൾ പഴുതടച്ച് ചെയ്യാൻ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ വിചിത്രമല്ലേ നിങ്ങളുടെ ഈ നിയമനങ്ങൾ? നിങ്ങളോട് അറപ്പ് തോന്നാൻ കാരണം ഇതാണ്. ഇത് ചർച്ച ചെയ്യേണ്ടതല്ലേ? മെത്രാൻ സിനഡ് ചർച്ച ചെയ്ത് എന്ത് തീരുമാനത്തിലെത്തി? 5. കുർബാന അർപ്പിക്കാനും കൂദാശകൾ പരികർമ്മം ചെയ്യാനുള്ള അവകാശം എടുത്തു കളഞ്ഞ് കൂദാശ വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന വൈദികർക്കെതിരെ യാതൊരു കാനൂനിക നടപടിക്രമങ്ങളും പാലിക്കാതെ ഇഷ്ടപ്പെട്ട നിയമനം നൽകിയിരിക്കുന്നു. വത്തിക്കാനിൽ വിശ്വാസ തിരുസംഘത്തെ അറിയിക്കേണ്ട അത്രമാത്രം ഗൗരവമായ കുറ്റകൃത്യമാണിത്. അത് പാമ്പാറച്ചൻ്റെ ആ വിധിയിൽ, പാമ്പാറച്ചൻ തന്നെയല്ല, അതിനകത്ത് ഇരിങ്ങാലക്കുട രൂപതക്കാരനും ഇടുക്കി രൂപതക്കാരനുമായ അച്ഛന്മാരൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം ആ പാമ്പാറച്ചൻ്റെ മാത്രം വ്യക്തിപരമായ തീരുമാനമല്ല, അവർ തെളിവുകൾ പരിശോധിച്ച് കോടതി വിധി കൽപ്പിച്ചതാണ്. അതായത് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടി കാര്യാലയത്തിന് അറിയിക്കാൻ അത്രയും ഗൗരവമായ കുറ്റകൃത്യമാണ്, സത്യവിശ്വാസമുള്ള വീഴ്ചയാണ്. ഇത്രയും ഗൗരവമായ തെറ്റ് സംഭവിച്ചിട്ട് അത് ഈ സിനഡിൽ ചർച്ച ചെയ്തോ? ചെയ്തെങ്കിൽ എന്തായിരുന്നു ഉരുത്തിരിഞ്ഞ തീരുമാനം? അത് ഞങ്ങൾ അറിയിക്കണ്ടേ? ഈ കൂദാശ ദൈവജനത്തെ അറിയിക്കണ്ടേ? ഈ കൂദാശ വിലക്കുള്ള വൈദികരുടെ കൂദാശയിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ അവർ പങ്കെടുക്കില്ലേ അറിയിച്ചില്ലെങ്കിൽ? നിങ്ങളിത് ചർച്ച ചെയ്തില്ലെങ്കിൽ സഭയിലെ കൂദാശകളെക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെയുണ്ടോ? സഭയിലെ കൂദാശകളൊക്കെ വലിയ കാര്യം മെത്രന്മാർക്കുണ്ടോ സഭയിൽ? ഇനി മറ്റു ചില കാര്യങ്ങൾ ഇപ്പോഴത്തെ സിനഡ് കഴിഞ്ഞ് മേജർ ആർച്ച് ബിഷപ്പ് സിനഡാനന്തര സർക്കുലർ നമ്മളെ അറിയിച്ച് കാര്യം നോക്കുക. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ അന്തിമ തീർപ്പ് കൽപ്പിച്ച ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരുന്നതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ട് തൊട്ട് പിന്നാലെ അറിയിച്ചിരിക്കുക. 2025 ജൂൺ 26 എറണാകുളത്തിന് മാത്രമായി നൽകപ്പെട്ട സമവായ മാർഗരേഖ ഈ തീരുമാനത്തിന്റെ തുടർച്ചയാണ്. ആണോ? മാർപ്പാപ്പ അന്തിമ തീർപ്പ് കൽപ്പിച്ച ഏകീകൃത കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉൾപ്പെടെ സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരുന്നതാണ് പറഞ്ഞിട്ട് അതിന്റെ തുടർച്ചയാണത്രേ 2025 ജൂൺ 26 നൽകിയ സർക്കുലർ, അതായത് സമവായ മാർഗരേഖ. അതാണോ? ഞങ്ങൾക്കത് വിശ്വാസം കുറവുണ്ട്. കാരണം ഈ എഴുത്തിൽ തന്നെ, ഈ സിനഡാനന്തര അറിയിപ്പിൽ തന്നെ ചില തട്ടിപ്പുകളുണ്ട്. ഏതാനും ചുരുക്കം ചിലത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എങ്ങനെയാണ് ഈ സമവായ മാർഗരേഖ രൂപപ്പെട്ടത്? സ്ഥിരമായി സഭാവിരുദ്ധ പ്രവർത്തനവും പാപ്പാവിരുദ്ധ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്ന മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് സ്ഥിരമായി ആരോപിച്ചുകൊണ്ട് ശീഷ്മയിലായിരിക്കുന്ന അൽമായ മുന്നേറ്റക്കാരുമായി, അതാണ് ഒന്നാമത്തെ ചർച്ച. ആ ചർച്ച തന്നെ സഭാവിരുദ്ധവും പാപ്പാവിരുദ്ധവുമാണ്. അതിനാൽ തന്നെ ശീഷ്മയാണ്. സഭയുടെ ഐക്യതയ്ക്കെതിരെ, മാർപ്പാപ്പയ്ക്കെതിരെ തെറ്റ് ചെയ്യുന്നതാണ് ശീഷ്മ. 2, കാനോനികമായി നിലവിലില്ലാത്ത വൈദിക സമിതി, ആലോചന സമിതി എന്നിവരുമായി അനധികൃത ചർച്ച. അത് നിയമാനുസൃതമല്ലല്ലോ, നിയമാനുസൃതമല്ല, കാനോൻ നിയമത്തിന്റെ ലംഘനമാണ്. 3, അതിൽ കൂദാശ വിലക്കുള്ളവരെ പങ്കെടുപ്പിച്ചു. അത് സത്യവിശ്വാസത്തിന് വിരുദ്ധമാണ്. അപ്പോൾ ശീഷ്മ, കാനോൻ നിയമത്തിനെതിരെ വേദവിപരീതം, പാഷാണ്ഡത, സത്യവിശ്വാസത്തിലുള്ള വീഴ്ച. ഈ 3 തെറ്റുകളല്ലേ കത്തോലിക്ക സഭയിൽ ഏറ്റവും ഗൗരവമേറിയത്? ശീഷ്മ, കാനോൻ നിയമത്തിന്റെ ലംഘനം, സത്യവിശ്വാസത്തിലുള്ള വീഴ്ച സഭയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെറ്റുകളാണ്. ഇങ്ങനെ തെറ്റുകൾ ചെയ്തിട്ടാണോ ഒരു സമവായ മാർഗരേഖ ഉണ്ടാക്കുക? മാർപ്പാപ്പ അന്തിമ തീർപ്പ് കൽപ്പിച്ചതിന്റെ തുടർച്ചയായിട്ടാണോ ഈ സമവായ സർക്കുലർ, സമവായ മാർഗരേഖ തയ്യാറാക്കപ്പെട്ടത്? ഇനി ഈ 3 തെറ്റുകൾ, ശീഷ്മയും കാനോൻ നിയമത്തിന്റെ ലംഘനവും പിന്നെ സത്യവിശ്വാസ വീഴ്ചയും സംഭവിച്ചത് മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും പങ്കെടുത്ത മീറ്റിങ്ങുകൾ അവരുടെ ഒത്താശയോടെ. ഈ സമവായ മാർഗരേഖയുടെ ഭാഗമായിട്ട് കൂദാശ വിലക്കുള്ളവരെ യാതൊരു നടപടിക്രമവും പാലിക്കാതെ കോടതി അലക്ഷ്യം എന്ന കുറ്റം ചെയ്ത് കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു. അത് അങ്ങനെ ചെയ്തുവെന്ന്
വികാരി മെത്രാപ്പൊലീത്ത അങ്ങനെ ചെയ്തുവെന്ന് ആരോപണമല്ല, സഭാ കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ആ സഭാ കോടതി സസ്പെൻഡ് ചെയ്ത തെറ്റ് സുപ്പീരിയർ കോടതി ഇപ്പൊ തിരുത്തിയിരിക്കുന്നു. ഇതൊക്കെ വളരെ ഗൗരവമേറിയ സംഗതികളല്ലേ? ഒരു സൂയി യൂരി സഭയുടെ തലവനെതിരെ, കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭയുടെ തലവനെതിരെ ഇത്രയേറെ ആരോപണങ്ങളല്ല, കോടതി വിധിയും വന്നിരിക്കുന്നു. ഇതൊക്കെ പരസ്യമാക്കപ്പെട്ടതല്ലേ? ആ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മെത്രാപ്പൊലീത്തയ്ക്കെതിരെ കോടതി വിധി വന്നിരിക്കുന്നു, പരസ്യമായി കോടതി വിധി വന്നിരിക്കുന്നു. തെറ്റുകുറ്റങ്ങൾ പരസ്യമാക്കപ്പെട്ട ഒരു കോടതി വിധി. ഈ വിധി മാനിക്കണമെന്നും അവർ ആയിരിക്കുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് പറയുന്നതും വെറുമൊരു വിമർശനമാണോ? ഇത് വിമർശനങ്ങളാണെന്ന മട്ടിൽ പ്രതികരിക്കുന്നവർക്ക് ഒരുപക്ഷേ അവർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഗൗരവം അറിയാത്തത് കൊണ്ടാകാം സാധാരണക്കാർക്ക്. പിന്നെ ഈ 2025 ജൂൺ 26 എറണാകുളം അതിരൂപതയ്ക്ക് മാത്രമായി നൽകപ്പെട്ട സർക്കുലർ, അതായത് സമവായ മാർഗരേഖ, ഈ തീരുമാനത്തിൽ തുടർച്ചയാണെന്ന സിനഡാനന്തര സർക്കുലറിൽ എഴുതിയിട്ട് അങ്ങനെ എഴുതുന്നതിന് മുമ്പ് ഈ തീരുമാനം നടപ്പിലായോ എന്നവർ അന്വേഷിച്ചോ? മെത്രമാരാരെങ്കിലും അന്വേഷിച്ചോ? ആ തീരുമാനം, അതായത് സമവായ സർക്കുലറിൽ അൽമായ മുന്നേറ്റക്കാരൻ ഒരു തിരുത്ത് വരുത്തിയിരിക്കുന്നു, വെള്ളം ചേർത്തിരിക്കുന്നു. അത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ, കേട്ടില്ലായിരുന്നോ? മെത്രന്മാർ സെനഡിൽ വന്നവർ ആ സർക്കുലറിൽ തിരുത്തൽ വരുത്തിയത് ശരിയല്ല എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ? മേജർ ആർച്ച് ബിഷപ്പ് ഒപ്പിട്ട് സമവായ സർക്കുലർ ഇറക്കിയിട്ട്, മാർഗരേഖ ഇറക്കിയിട്ട് അതിലൊരു തിരുത്ത് മുന്നേറ്റക്കാരൻ്റെ വക. ഇത് നിങ്ങൾ മെത്രാൻസിനോട് ചർച്ച ചെയ്തോ? മേജർ ആർച്ച് ബിഷപ്പ് മുകളിലാണ് അൽമായ മുന്നേറ്റക്കാരൻ എന്നാണോ നിങ്ങൾ നിഗമനത്തിലെത്തിയത്? എങ്കിൽ ഞങ്ങളത് അറിയിക്കൂ. എത്ര പള്ളികൾ നടപ്പാക്കിയെന്ന് നിങ്ങൾ ആലോചിച്ചോ? കണ്ടോ? എത്ര പള്ളികൾ വികാരിയച്ചവരെ കുർബാന ചൊല്ലിയെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? എത്ര പള്ളികളാണ് വേറെ ആളുകൾ കൊണ്ടുവന്നാണ് ചൊല്ലിക്കുന്നത് നോക്കിയോ? ഈ 3 മണിക്ക് 3:30 ചൊല്ലാനുള്ള തീരുമാനമെടുത്തത് ആരാണ്? നിങ്ങളുടെ സമവായ മാർഗരേഖയിലുള്ളത് പോലെയല്ലേ ചൊല്ലേണ്ടിയിരുന്നത്? അതെന്തേ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലാത്ത? അങ്ങനെ ഇനി ചൊല്ലാത്ത പള്ളികൾ പകുതിയോളം, ആ പള്ളികൾക്കെതിരെ ഒരു പരാമർശം ഈ സെനഡിൽ ഉണ്ടായോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സർക്കുലർ എഴുതിയില്ല? ആ വൈദികർക്കെതിരെ എന്ത് നടപടിയാണ് കൈക്കൊണ്ടത്? അത് നിങ്ങൾ എഴുതിയോ? എന്തുകൊണ്ട് അവർക്കെതിരെ സിനഡാനന്തര സർക്കുലറിൽ പരാമർശമില്ല? മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പനയാണ് അവർ ലംഘിച്ചിരിക്കുന്നത്. അതെന്തേ നിങ്ങൾക്ക് തോന്നാത്തത്? ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി ഐക്യതയിലേക്ക് വളർത്താൻ ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിനെയും അതിരൂപതയ്ക്ക് വേണ്ടി വികാരി മെത്രാപ്പൊലീത്തയും സെനഡ് ചുമതലപ്പെടുത്തി എന്ന് സർക്കുലർ എഴുതിയിട്ടുണ്ട്. അത് സത്യമാണോ? ഇത് വലിയൊരു തെറ്റല്ലേ? ഈ 2 പേരല്ലേ കുറ്റക്കാരൻ സഭാ കോടതി കണ്ടെത്തിയത്, ഉത്തരവ് പുറപ്പെടുവിച്ചത്? അത് സിനഡ് ചേരുന്നതിന് മുമ്പല്ലേ? കുറ്റക്കാരെ വീണ്ടും കുറ്റം ചെയ്യാൻ ചുമതലപ്പെടുത്തുന്നത് പോലെയല്ലേ മെത്രാൻ സെനഡ് ഈ 2 പേരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? അവരെ മാറ്റി നിർത്താനുള്ള ധാർമ്മിക ബോധം എന്തേ നിങ്ങൾക്കുണ്ടായില്ല? പിന്നെ ഘട്ടം ഘട്ടമായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഒരു 50 കൊല്ലം എന്നാണോ? എന്തുകൊണ്ടാണ് ഒരു നിശ്ചിത സമയക്രമം ചൂണ്ടിക്കാണിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ദൈവജനത്തിന്റെ വേദന നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്? നമ്മുടെ സഭയിൽ പരിശുദ്ധ കുർബാന അവഹേളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായത് നമ്മെ ഏറെ വേദനിപ്പിച്ചു. അനേകർക്ക് ഉതപ്പിന് കാരണമായി. അതിന് പരിഹാരമായി 1 മണിക്കൂർ ആരാധന. ഉതപ്പ് ഇടർച്ച ഉണ്ടായതിനാൽ പരിഹാരം വേണമത്രേ. മറ്റുള്ളവർക്ക് ഉതപ്പ് നൽകിയത് കൊണ്ട് പരിഹാരക്രിയ. ഉതപ്പുണ്ടായില്ലെങ്കിൽ കുർബാന അവഹേളനം കുഴപ്പമില്ല. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ശരിയായ നിലപാട്. പരിശുദ്ധ കുർബാന അവഹേളിച്ചവർക്കെതിരെ സഭയുടെ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളും എന്ന് എന്തേ നിങ്ങൾ തീരുമാനിക്കാത്തത്? തീരുമാനം മാത്രമല്ല, അത് നടപ്പിൽ വരുത്താനുള്ള സംവിധാനം ഏർപ്പെടുത്താത്തത് എന്തുകൊണ്ട്? ഉതപ്പ് വരുത്തിയാൽ ആരാധന നടത്തണമെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഉതപ്പിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ വചനം നിങ്ങൾ വായിച്ചിട്ടില്ലേ? മത്തായിയുടെ സുവിശേഷം 18, 6, 7 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം മുഴുവൻ സഭയെ സംബന്ധിച്ച പ്രബോധനമാണ്. സഭയെ സംബന്ധിച്ച്, സഭയുടെ ഭരണക്രമം. അവിടെ കർത്താവ് എന്താ പറയുന്നത്? എന്നിൽ വിച്ഛിദിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ആരെങ്കിലും ഇടർച്ച നൽകിയാലോ അവന് കൂടുതൽ നല്ലത് അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതാണ്. എറണാകുളം സമുദ്രം വളരെ അടുത്താണ്. ഉതപ്പുകൾ വരുത്തുന്നവന്, ഇടർച്ച വരുത്തുന്നവന്, ഈ ചെറിയവിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവന്, ഉതപ്പ് വരുത്തുന്നവന്
കൂടുതൽ നല്ലത് അവൻ്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി സമുദ്രത്തിൻ്റെ ആഴത്തെ താഴ്ത്തിക്കളയുന്നതാണ്. ഒരു കാരണവശാലും പൊങ്ങി വരാൻ പാടില്ലെന്ന കർത്താവ് പറഞ്ഞേ. ഇത് കർത്താവ് പറഞ്ഞ വചനല്ലേ? തീർച്ചയായിട്ടും ഒരു ഹൈപ്പർബോളാണ്, ആക്ഷരികമായിട്ട് എടുക്കേണ്ടതല്ല. പക്ഷെ അതിന് ഗൗരവം കാണിക്കാൻ വേണ്ടിയല്ലേ കർത്താവ് അതിശയോക്തി കാലത്ത് പറയുന്നത്. ഒരു മണിക്കൂർ ആരാധന നടത്തിയാൽ ശരിയാകുമോ? അവരുടെ കഴുത്തിൽ തിരികല്ല് കെട്ടി സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടണം എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമായി കുറ്റമാണ് അവർ ചെയ്തെന്നല്ലേ? അതിന് ഒരു മണിക്കൂർ ആരാധനയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? പിന്നെ ചിലർ ചോദിക്കുന്നു, മേജർ ആർച്ച് ബിഷപ്പിനെയും വികാരി മെത്രാപ്പോലീത്തനെയും വിമർശിക്കുന്നത് ശരിയാണോ എന്ന്. ഞാൻ ചോദിക്കും, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും. ഇത് ദൈവജനത്തിന്റെ ചോദ്യമാണ്, സിനഡിനോടുള്ള ചോദ്യങ്ങളാണ്. ഇതിനുള്ള ഉത്തരം കിട്ടേണ്ടത് സഭാംഗങ്ങൾ അവകാശമാണ്. നിങ്ങൾ മൗനം പാലിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് മിണ്ടേണ്ടി വരുന്നത്. സഭയും പള്ളിയും കൂതാശയൊന്നും നിങ്ങളുടെ കുടുംബസ്വത്തല്ലല്ലോ, നിങ്ങൾ സ്വകാര്യമായി തീർക്കേണ്ട കാര്യമല്ല, സഭയുടെ കാര്യങ്ങളാണ്. സഭയെ സംബന്ധിച്ച് അവർ പരസ്യമായി എടുക്കുന്ന നിലപാടുകൾ, തെറ്റായ നിലപാടുകളെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, അവരുടെ സ്വകാര്യ ജീവിതത്തിലെ പാളിച്ചകളെയല്ല. അവർക്ക് സഭയെ നേർവഴിയിൽ ഭരിക്കാനും ശരിയായ ദിശയിൽ നയിക്കാനും അവകാശമുള്ളതുപോലെ അവർ സത്യവിശ്വാസത്തിൽ നിന്നോ സഭയുടെ ഐക്യതയിൽ നിന്നോ വ്യതിചലിക്കുമ്പോൾ വിമർശിക്കപ്പെടാനും അവർക്ക് അവകാശമുണ്ട്. നാം ആരും വിമർശിക്കേണ്ടതുമുണ്ട്. അത് അവരെയോ സഭയോ നശിപ്പിക്കാനല്ല, അവരെ നേർവഴിക്ക് വരേണ്ടതിനാണ്. നമ്മൾ കൃത്യം കാനൻ ലോയും സഭാ നിയമവും മാർപ്പാപ്പയും ഒക്കെ പറയുന്ന കാര്യങ്ങളെ പറയണേ, സഭാകോടതിയൊക്കെ പറഞ്ഞ കാര്യങ്ങളെ പറയണേ. മെത്രാൻ പട്ടത്തിലൂടെ നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സംഗതി എന്താണെന്ന് തിമോത്തിയോസ് എന്ന യുവ മെത്രാന് എഴുതിയ കത്തില് പൗലോസ് പറയുന്നത് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 തിമോത്തി 6:9-12. പണക്കാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യരെ അനർത്ഥനാശങ്ങളിലേക്ക് തള്ളിയിടുന്ന മൗഢ്യവും ദോഷകരവുമായ പല ആസക്തികൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. എന്തെന്നാൽ ദ്രവ്യാഗ്രഹമാണ് സകലവിധ ദോഷത്തിനും മൂല കാരണം. ഇതിനോടുള്ള ആർത്തി മൂത്ത് ചിലർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒട്ടേറെ വ്യഥകളാൽ പിളർക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നീയോ തിമോത്തിയോസ്, ദൈവത്തിൻ്റെ മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകന്ന് നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ പിന്തുടരുക. വിശ്വാസത്തിന് നല്ല പോരാട്ടം പൊരുതുക. നിത്യജീവനെ മുറുകെ പിടിക്കുക. ഇതിനായിട്ടാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികൾ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റു പറഞ്ഞിട്ടുള്ളതുമാണല്ലോ. ഇതിൽ 2 കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് 3 കാര്യങ്ങൾ ഒന്ന് ആവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ മനുഷ്യനായിരിക്കണം മെത്രാൻ. മോശെ, പ്രവാചകന്മാർ എന്നിവരെല്ലാം ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു. നിയമാവർത്തനം 33:1, 1 സാമുവേൽ 22:27, 1 രാജാക്കന്മാർ 12:22, 13:1. തിമോത്തിയോസും അതുപോലെ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവനാകണം. 2 തിമോത്തി 3:16. അപ്പോൾ സഭയുടെ നേതാവിന് വേണ്ട ആത്മീയ ശക്തി ഉണ്ടാകും. ദൈവത്തിൻ്റെ മനുഷ്യനാകുക മെത്രാന്മാർ, വൈദികർ, ക്രിസ്ത്യാനികൾ പോലും, എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെ ആയിരിക്കണമെന്നാണ്. അപ്പോൾ ദൈവത്തെ ശുശ്രൂഷിക്കുക, ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നതായിരിക്കണ്ടേ നമ്മുടെ ഒന്നാമത്തെ പരിഗണന മെത്രാന്മാരുടെ. 2, വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം. പോരാട്ടം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മല്ലയുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ പോരാട്ടം. മല്ലയുദ്ധം പോലെയാണ് വിശ്വാസം. മല്ലയുദ്ധത്തിൽ ഒത്ത എതിരാളികളാണ്. ആരാണ് നമുക്കെതിരെ? പിശാചിൻ്റെ ആളുകൾ. അപ്പോൾ സത്യവിശ്വാസം ഇത്ര നാളും വിജയിച്ചത് പോരാടിക്കൊണ്ടാണ്. എല്ലാം ക്ഷമിച്ചും പുറത്തും അല്ല, പോരാട്ടമാണ്. അല്ലേ, തനിക്ക് താൻ പോകുന്നവരോടുള്ള പോരാട്ടത്തെയാണ്, മല്ലയുദ്ധം പോലെയുള്ള പോരാട്ടത്തെയാണ് ഈ പോരാട്ടം എന്ന് പൗലോസ് പറയുന്നത്. പിശാച് നമുക്ക് ഒത്ത എതിരാളിയാണ്. പിശാചിൻ്റെ ആളുകൾ നമുക്ക് ഒത്ത എതിരാളിയാണ്. അവരോട് പോരാടിയാണ് സത്യവിശ്വാസം സമർത്ഥിച്ചിട്ടുള്ളത് ഇത്ര നാളും സഭാപിതാക്കന്മാരൊക്കെ അങ്ങനെയാണ്, രക്തസാക്ഷികൾ ഉണ്ടായത് അങ്ങനെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ തെറ്റിനും ക്ഷമിച്ചു കൊടുക്കുന്നതല്ല, എല്ലാ അബദ്ധ സിദ്ധാന്തങ്ങളും ശരിയാണെന്ന് പറയുന്നതല്ല. ശീഷ്മയ്ക്കും അബദ്ധ സിദ്ധാന്തങ്ങൾക്കും എതിരെ പടം പൊരുന്നതും തന്നെയാണ്. 3ാമത്തെ കാര്യം, നീ ഇതിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. മെത്രാൻ പട്ടം കിട്ടുമ്പോഴും പൗരോഹിത്യം കിട്ടുമ്പോഴും മാമോദീസ സ്വീകരിക്കുമ്പോഴും ഒക്കെ ഇത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ആ ഏറ്റു പറഞ്ഞ സാക്ഷ്യത്തോട് കൂറ് പുലർത്തണ്ടേ? ഇതൊക്കെയാണ് ബൈബിള് പഠിപ്പിക്കുന്നത്, ഇതൊക്കെയാണ് സഭ പഠിപ്പിക്കുന്നത്. സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ ഇതിന് ഉത്തരം നൽകണം. ഈ സിനഡിൽ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ
നിങ്ങൾ ചർച്ച ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കണം. ഇതെല്ലാം ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, സഭയെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, ഇന്നലെ പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുക. മുതുപ്ലാക്കളച്ചൻ പറഞ്ഞ കാര്യം, യേശു എന്ന ആളിൽ നിന്ന് യേശുവിൻ്റെ പ്രവൃത്തി, യേശുവിന് വേണ്ടി ചെയ്യുന്ന പുരോഹിതൻ എന്നാണ് പുരോഹിതന്മാരെ കുറിച്ചുള്ള വ്യാഖ്യാനം. അപ്പോൾ യേശു എന്ന ആളിൽ നിന്ന് യേശുവിൻ്റെ പ്രവൃത്തി, യേശുവിന് വേണ്ടി ചെയ്യുന്ന പുരോഹിതൻ, അങ്ങനെയാണ് പുരോഹിതന്മാരുടെ അതായത് അവരെക്കുറിച്ചുള്ള നിർവചനം. അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ആളുകളുടെ മുമ്പിലാണ് ഈ യേശുവിനെ അവഹേളിക്കുന്ന ഒരു പൗരോഹിത്യ പാതിരി കലാപം എറണാകുളത്ത് ഉണ്ടായത്. ആ വൈദികർക്ക് ഒരു വല്ലാത്തൊരു അസ്തിത്വ പ്രതിസന്ധിയുണ്ട്. അതായത് അവർ പഠിച്ചു വെച്ചതും എറണാകുളത്ത് നടക്കുന്ന തമ്മിൽ ഒരു വല്ലാത്തൊരു വൈരുദ്ധ്യം. പരിശുദ്ധ കുർബാന അവഹേളിച്ച വൈദികർക്ക് പ്രമോഷനും ഒരു കാനോനിക നടപടിയുമില്ലാതെ നിൽക്കുന്നു. അപ്പോൾ വൈദികർ ഒരു അസ്തിത്വ പ്രതിസന്ധിയിലുണ്ട്. ആ അസ്തിത്വ പ്രതിസന്ധി പരിഹരിക്കപ്പെടണമെങ്കിൽ ന്യായമായ നടപടിക്രമങ്ങളിലൂടെ ഈ വൈദികരെ ശിക്ഷയ്ക്ക് തന്നെ വേണം. ഇത് മെത്രാൻ സിനഡ് ചർച്ച ചെയ്തോ ഇല്ലയോ? ഇത്തരം വൈദികർ കൂട്ടുപിടിക്കാൻ വരുമ്പോൾ അനേകം വൈദികർക്ക് അസ്തിത്വ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും. ഈ മെത്രാൻ സിനഡ് അത് തിരുത്തിയില്ലെങ്കിൽ മെത്രാൻ സിനഡും കുറ്റം ചെയ്തിരിക്കുകയല്ലേ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതില്ലേ? ഇതില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഗൗരവത്തോടെ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.